ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അമ്പലം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ തുറക്കുള്ളൂ. അമ്പലം എന്ന് പറയാൻ പറ്റില്ല, ഒരു വീട് പോലെയൊക്കെ വെള്ളിയാഴ്ച മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദാമോദര മാസത്തിലെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ അവിടെ ആ അമ്പലത്തിൽ ചെറിയൊരു ആഘോഷം പോലെയൊക്കെയാണ്, ഒരു പ്രത്യേക ദിവസമാണ്. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളിൽ പോകണമെന്ന് വിചാരിക്കുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ കവാടം. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ വീഡിയോ അലൗഡാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അടുത്ത് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ എടുത്തു തുടങ്ങിയതിട്ടാ. ഇതാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വിഗ്രഹങ്ങളതൊക്കെ. അപ്പം എന്നാൽ ഉത്സവമല്ല, പ്രത്യേക ദിവസമായതുകൊണ്ട് കുറേ പലഹാരങ്ങളും സദ്യയും എല്ലാം ഉണ്ടായിരുന്നു. ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചേക്കാളും ആൾക്കാരുണ്ട്. 100-150 ആൾക്കാർ തികച്ചുണ്ടായിരുന്നു. പിന്നെ തുളസി വിവാഹം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. അങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ നേരത്തെ എത്തി. ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതിയായിരുന്നു. ഞങ്ങൾ 6:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തി. അവിടെ എത്തിയിട്ട് അവിടെ നാമഞ്ചൊല്ലലാണ്. നാമഞ്ചൊല്ലൽ, പിന്നെ ഭജന. ഞങ്ങൾ വന്നപ്പോൾ മുതലൊരു ചേട്ടൻ എങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ. കുറേ നേരം ഇങ്ങനെ നാമം ചൊല്ലിയിരുന്നു. അങ്ങനെ നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞു. തുളസി വിവാഹം എന്നാണ് പറഞ്ഞേട്ടാ, അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റേതായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിവാഹത്തോടനുബന്ധിച്ച് ഉള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താലി കെട്ട് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും പുഷ്പമൊക്കെ തരുന്നുണ്ടായിരുന്നു. ഈ താലി കെട്ടണ നേരത്ത് ഇടില്ലേ, കെട്ടണ നേരത്ത് തലയിൽ കൂടെയൊക്കെ പുഷ്പം ഇടില്ലേ, അതുപോലെ ഇടാനായിട്ട് പൂക്കളൊക്കെ തരുന്നുണ്ടായിരുന്നു.
അപ്പോൾ ആ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്തത് സദ്യ. കല്യാണത്തിൻ്റെ സദ്യ തന്നെയായിരുന്നു. എല്ലാ വിഭവങ്ങളും പലഹാരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സദ്യയൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും പിരിഞ്ഞു തുടങ്ങി അവിടെ നിന്ന്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ലൈറ്റ് കാണിക്കണില്ല. ഇതോടെ ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ട്. അപ്പോൾ എല്ലാ കടകളിലും ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കൊടിയുടെ കളറിൽ. നല്ല രസമുണ്ട് കാണാൻ. അവിടെ ഉമ്മാൻ്റെ കൊടിയുടെ കളറിലിട്ടിട്ടുള്ള ലൈറ്റ്. പിന്നെ ഒരുപാട് വൈകി. ഞങ്ങളിവിടെ നിന്ന് 6:30 പോയത്. ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 12:30 ആയി. പക്ഷേ 12:30 ആയാലും തിരക്കിന് കുറവൊന്നുമില്ല. റോഡിൽ നല്ല വണ്ടികളൊക്കെ നല്ലോണം പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ എവിടെയും കാരണം തോന്നുന്നില്ല. ആ നേരമായില്ലേ. പക്ഷെ കടകൾ അടച്ചിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ കടകളും തുറന്നിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.